ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി വാർത്ത നമ്മുടെ മുൻപിലുണ്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പി കെ ബുജൈർ, പി കെ ഫിറോസിന്റെ സഹോദരൻ ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ അകത്ത് കിടക്കുന്നത്. അതിൽ ശാസ്ത്രീയ തെളിവുകൾ തേടുന്നു എന്നതാണ് പോലീസിന്റെ ഏറ്റവും പുതിയ നീക്കം. ഈ ബുജൈറിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നു. ഇയാളിത് ലോക്ക് തുറന്നു കൊടുക്കുന്നില്ല പോലീസിന്. അതിലെ വിവരങ്ങൾ അതുകൊണ്ട് തന്നെ പോലീസിന് അറിയാൻ പറ്റുന്നില്ല. സ്വാഭാവികമായും ശാസ്ത്രീയ പരിശോധനയിലൂടെ അതിലെ ചാറ്റുകളടക്കം വീണ്ടെടുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലതീഷ് ഉണ്ട് നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നോക്കാം പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്ന്. ലതീഷ്, ഈ പി കെ ബുജൈറിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നു എന്നതാണ് ഈ കേസിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ ഫോണിൽ പല പ്രധാനപ്പെട്ട വിവരങ്ങളും ഉണ്ട് എന്നാണല്ലോ അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഫോണിന്റെ ലോക്ക് മാറ്റാൻ ബുജൈർ തയ്യാറാകാതെ ഇരിക്കുന്നതും, അല്ലേ? തീർച്ചയായും ഫോൺ പരിശോധിച്ചാൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. അതിനായാണ് ഈ മൊബൈൽ ഫോണിൻ്റെ ബുജൈറിൻ്റെ മൊബൈൽ ഫോൺ ആ ഘട്ടത്തിൽ തന്നെ പോലീസിനെ ആക്രമിച്ച ഘട്ടത്തിൽ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ലോക്ക് തുറന്നു കൊടുക്കാൻ ബുജൈർ ഇതുവരെ തയ്യാറായിട്ടില്ല. ലോക്ക് തുറന്ന് ലഭിക്കുകയാണെങ്കിൽ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പോലീസിന് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. അതിനായി പോലീസ് കോടതിയുടെ അനുമതിയോടുകൂടി റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയക്കാനുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇക്കാര്യം കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയെ അറിയിക്കും. മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയോടുകൂടിയായിരിക്കും ഇതിനുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. നാർക്കോട്ടിക് കേസിൽ പ്രതിയായ റിയാസിനെ പിടികൂടിയ ഘട്ടത്തിലാണ് ബുജൈറിൻ്റെ മൊബൈൽ ഫോൺ സന്ദേശം റിയാസിൻ്റെ ഫോണിലേക്ക് വരുന്നത്. അങ്ങനെ റിയാസുമൊത്താണ് ബുജൈറിനെ പിടികൂടുന്നതിനായി പോലീസ് കുന്നമംഗലം ചൂളാംവയലിലേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിലാണ് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം ബുജൈറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ബുജൈറിൻ്റെ കൈവശത്തു നിന്നും ലഹരി ഉപയോഗിക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞതുമില്ല. എന്തായാലും നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ് ബുജൈർ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന മുറയ്ക്കായിരിക്കും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. പോലീസ് റിപ്പോർട്ടിൽ ഈ മൊബൈൽ ഫോൺ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പറയും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മനു, ഈ റിയാസിന്റെ ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ബുജൈറുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്, പല ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? റിയാസിൻ്റെ മൊബൈൽ ഫോൺ ചാറ്റിൽ നിന്നും ബുജൈറുമായി മൊബൈൽ ഫോൺ ഈ സമയത്ത് ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇവരെ പിടികൂടിയ ഘട്ടത്തിൽ മൊബൈൽ ചാറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ബുജൈറിൻ്റെ ഫോണിൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അത് കണ്ടെത്താനുള്ളൊരു പരിശോധനയ്ക്കാണ് പോലീസ് ഇപ്പോൾ മുതിരുന്നത്. കാരണം റിയാസ് ഈ പ്രദേശങ്ങളിൽ ലഹരി വസ്തുക്കൾ വ്യാപകമായി വിതരണം ചെയ്യുന്ന ആളാണ് എന്നുള്ള വിവരം പോലീസിൻ്റെ കൈവശമുണ്ട്. ആ വ്യക്തിയുമായി ബുജൈറിന് നിരന്തരം സമ്പർക്കമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതിന് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. റിയാസിൻ്റെ കൈവശത്തു നിന്നും കൂടുതൽ വലിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ പോലീസിന് ഈ പറയുന്ന ദിവസം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ലഹരി വസ്തുക്കൾ ഇവരുടെ പേരുടെയും കൈവശം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസിനെ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ബുജൈറിൻ്റെ പേരിലുള്ള കേസ് പോലീസിനെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി പോലീസിനെ ആക്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ലഹരി വസ്തുക്കൾ താൻ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് എന്ന് ഡോക്ടറോട് വൈദ്യപരിശോധനയ്ക്കിടെ ബുജൈർ തന്നെ സമ്മതിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിശോധനാ ഫലവും വരേണ്ടതുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ വകുപ്പ് ചേർത്താനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മനു.